പാടത്ത് കെട്ടിയിരിക്കുന്ന പോത്തിന്റെ മേത്ത് കയറി അട്ടയാണിത്. ഉപ്പിട്ട് കഴിഞ്ഞാൽ ഇത് ഉടനെ ഇത് ചോര എല്ലാം കൂടെ കക്കും. ഇപ്പൊ ഇച്ചിരി ഇച്ചിരി ഉപ്പിട അങ്ങോട്ടേ ഇട്ട് ഇപ്പൊ കണ്ടോണേ ശകല വെള്ളക്കായിട്ട് എത്രയായി. വലിയൊരു അട്ട കണ്ടോ, പോത്തട്ട കണ്ടോ, പോത്തിന്റെ മേത്തിരുന്ന കണ്ടോ, കണ്ട അച്ഛൻ്റെ കയ്യെ കയറി പിടിക്കുന്നു കണ്ടോ. എന്റെ ദൈവമേ, ഇതെന്തോ അട്ടയാ നോക്കി കണ്ടോ, കണ്ട കണ്ട എന്നാ ഞാൻ അവിടെ ചാക്കലോട്ട് കൊണ്ടിടാം. ചാക്കെടുത്തിടേ, എന്നാലും ആ ചാക്കലിട്ടു എടുക്ക്. എന്താ നീളം വന്ന് നോക്കിയേനെ കണ്ടോ. എന്റെ ദൈവമേ, ഇത്രയും വലിയ അട്ട ആദ്യമായിട്ട് കാണുക കേട്ടോ. നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടോന്ന് അറിയത്തില്ല. ഇത് കൊളയട്ടയെന്ന് പറയുന്ന അട്ടയാണ്, ചോര കുടിക്കുന്ന ടൈപ്പ് അട്ടയാണ്. അപ്പൊ ഇത് നമ്മുടെ പോത്തിന്റെ മേത്ത് ഇരുന്നതാണ് കേട്ടോ. പാടത്ത് കെട്ടിയിരിക്കുന്ന പോത്തിന്റെ മേത്ത് കയറിയ അട്ടയാണിത്. ഇത് എല്ലായിടും ഉണ്ടാകണമെന്നില്ല, ചില ഏരിയയിലൊക്കെ ഈ ഇത്ര അട്ടകളെ കാണാറുള്ളൂ, വെള്ളത്തിലൊക്കെ കാണുന്ന അട്ട. അപ്പൊ ഇതിനെ നമ്മൾ കൊല്ലുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപ്പ് ഇതിന്റെ പുറത്തോട്ട് ഇട്ടാൽ മതി. എന്ത് വലുപ്പം അല്ലേ. ഉപ്പിട്ട് കഴിഞ്ഞാൽ ഇത് ഉടനെ ഇത് ചോര എല്ലാം കൂടെ കക്കും. ഇപ്പൊ ഇച്ചിരി ഇച്ചിരി ഉപ്പിട അങ്ങോട്ടേ ഇട്ട് ഇപ്പൊ കണ്ടോണേ ശകല വിടാം. മതി മതി, ഇപ്പൊ കക്കും കണ്ടോ. അത് ഇപ്പൊ ചോര എല്ലാം കൂടെ കക്കും. ഇത് കണ്ടോ കണ്ടോ, കക്കുന്നുണ്ടോ, ചോര കക്കുന്നുണ്ടോ, ഒരു കണ്ടോ കണ്ടോ, ചോര കക്കുന്നുണ്ടോ കണ്ടോ. അത് കുടിച്ച ചോരയൊക്കെ പുറത്തോട്ട് വരുന്നുണ്ട്, തുപ്പി അത് കക്കി ഇടുന്നുണ്ട്. കണ്ടോ കണ്ടോ, കട്ടച്ചോര, പോത്തിന്റെ ചോരയാന്ന് തോന്നുന്നു. പോത്തിന്റെ ചോര കുടിക്കുന്ന. ഇത് ഇനി ഇട്ട് കഴിഞ്ഞാലും അത് കക്കും കണ്ടോ. ചോര പോകുന്നതനുസരിച്ച് അതിന്റെ വലിപ്പം കുറഞ്ഞു വരും. ഞാനും കൊണ്ട് അതിന്റെ അടുത്ത് വന്നിരിക്കുക. മാറിയേരി മോനെ മോനെ കണ്ടോ. അതും ചത്തെന്ന് തോന്നുന്നു അല്ലേ, ചാകാറായൊന്നുമില്ല ഇപ്പൊ ഇല്ലേ. ഇത് ചോര മുഴുവൻ അങ്ങ് കക്കി കഴിയുമ്പോ ഇതങ്ങ് ചെറുതാവും. ഇത്രയും ചോര ആ പോത്തിന്റെ മേത്തുനിന്ന് കുടിച്ച ചോരയാണിത്. ഇത് മനുഷ്യന്റെ മേത്തും കയറുന്നതാണ്, മൃഗങ്ങളുടെ മേത്ത് തന്നെ അല്ല, നമ്മുടെ കാലയിലും ഒക്കെ ഇത് കയറിയിരിക്കും. എന്നിട്ട് ചോര വന്നു കഴിയുമ്പോഴേ നമുക്കത് അറിയാൻ പറ്റും. ചെറിയ ചൊറിച്ചിൽ വരുമ്പോഴാണ് നമ്മളത് അട്ട കടിച്ചെന്ന് മനസ്സിലാക്കുന്നത്, അല്ലെങ്കിൽ ചോര വരും. നമ്മൾ നെല്ലിയാമ്പതിയിലൊക്കെ പോകുമ്പോൾ ഇതിന്റെ ചെറിയ ടൈപ്പ് അട്ട നമ്മുടെ കാലയിലൊക്കെ കയറാറുണ്ട്. ഹൈ റേഞ്ച് ഏരിയയിലൊക്കെ അത് ചെറുത്, അത് ഒരുപാട് വലുപ്പം വെക്കത്തില്ല, ഇത്രയും വലുപ്പമൊന്നും അത് വെക്കത്തില്ല. ഇത് വേറൊരു ഇനമാണ്, ഇത് കുളത്തിലൊക്കെ കണ്ടുവരുന്ന അട്ടയാണ്. ഇത് സ്ഥിരം പോത്തിന്റെ മേത്ത് കാണാറുണ്ടോ? മിക്കവാറും കയറും അല്ലേ. 5-6 പോത്തുണ്ട് ഇവിടെ. അപ്പോൾ അതിന്റെയൊക്കെ മേത്തുനിന്ന് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ അച്ഛനെ ഇതിനെ പിടിക്കുന്നതാണ് കേട്ടോ. ഈ പോത്തിന്റെ ആരോഗ്യത്തെയൊക്കെ അത് ബാധിക്കുമോ ഇങ്ങനെ ഈ അട്ട കടിച്ച ചോര കുടിക്കുകയില്ല, അന്നേരം ആരോഗ്യം കുറയും ആണല്ലേ. ഒരുപാട് ചോര കുടിക്കുന്നുണ്ട്. അപ്പം കേറാതിരിക്കാൻ വേണ്ടി എന്തെങ്കിലും പോത്തിന്റെ മേത്ത് വേപ്പെണ്ണ തൂക്കണം. വേപ്പെണ്ണ തൂത്ത് കഴിഞ്ഞാൽ അത് കുറെയൊക്കെ പിടിക്കത്തില്ല, അതിന്റെ ശരീരത്തൊന്ന് വിട്ടുമാറും, പിടിക്കത്തില്ല. എന്നാലും പിടിക്കും. വേപ്പെണ്ണയുടെ മയമില്ലാത്ത കാലിന്റെ കുളമ്പിന് അവിടെ അതിന്റെ ചെവിയിലൊക്കെ പിടിച്ചിരിക്കും. ഇത് ശരിക്കും പോത്ത് കർഷകർക്ക് ഒരു ശത്രുവാണ്. അപ്പോൾ അത് ഏകദേശം ചാകാറായി, ഉപ്പൊക്കെ വീണപ്പോഴത്തേനെ അതിങ്ങനെ ചോര തുപ്പിക്കൊണ്ടിരിക്കുക. ഇച്ചിരിയാകും. ഇച്ചിരിയാന്ന് പറഞ്ഞാൽ ഇത് അങ്ങ് ചോരയെല്ലാം ഇട്ട് കഴിയുമ്പോൾ ഇച്ചിരിയാ ആകും. വെള്ളക്കായിട്ട് എത്രയായി. പാടത്ത് തന്നെ കെട്ടുന്നത്. പോത്തിന് പ്രധാനമായിട്ടും വെള്ളമാണല്ലോ മെയിനായിട്ട് വേണ്ടത്. വെള്ളത്തിൽ നിന്ന് കയറി പിടിക്കുന്നതായത് വലിയ ഭയങ്കര നട്ടയൊക്കെ ഇതിനെക്കാട്ടിലും വലുതിനെയൊക്കെ പിടിച്ചിട്ടുണ്ട്. കുടി വാ. പോത്തിന്റെ ആ ഒരു കഴുത്ത് ഭാഗത്തുണ്ട് ഇവിടിങ്ങനെ പിടിച്ചേക്കുന്നത്. അതാ അവൻ നിൽക്കുന്നില്ല. കഴുത്ത് ഭാഗത്ത് ശരിക്കും ഒരു ചോര ഇങ്ങനെ ഒഴുകുന്നുണ്ട്. അപ്പോൾ അത് എങ്ങനെ, അതിന് ട്രീറ്റ്മെന്റ് വല്ലതും ഉണ്ടോ? തന്നെ മാറും, തന്നെ മാറിക്കോളൂ അല്ലേ. അപ്പോൾ ഈ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ കണ്ടുമുട്ടാം. അതുവരെ ഗുഡ് ബൈ.